ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ പുണ്യസ്ഥലമായ ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും ഞാൻ നന്ദി ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ സ്നേഹത്തോടും ഞങ്ങളെ സംരക്ഷിച്ചതിനും ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ഹരീന്ദ്രകുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേയാട് ആണ് താമസം. ഇതെൻ്റെ ഭാര്യയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് 3 വർഷം മുമ്പേ. അവൾ 3 പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഭാര്യ ഉടമ്പെടുത്തിയെങ്കിലും ഞങ്ങൾ കുടുംബസമേതം ഭാര്യയോടൊപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലവും ഉപ്പും സേവിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 12 വർഷമായി ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഞാൻ 12 വർഷമായി മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രൊമോഷനായിട്ട് എന്നെ അവിടെ തന്നെ വീണ്ടും ഒരു പോസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ടായിരുന്നിട്ടും എന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ പോസ്റ്റ് ചെയ്തു. അവിടുന്ന് അടുത്ത പ്രൊമോഷനായപ്പോൾ എന്നെ വീണ്ടും നേരെ കാസർഗോഡ് ജില്ലയിലേക്കാണ്, സീതാങ്കോളിയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും തിരുവനന്തപുരം ജില്ലയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോയപ്പോൾ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ അമ്മയോട് പറയായിരുന്നെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലൈറ്റ് കേൻഡിൽ പ്രാർത്ഥന അമ്മയോട് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് കേൻഡിൽ പ്രെയർ ഇടുകയായിരുന്നു. ഇട്ട സമയത്ത് വൈഫ് പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ ലൈറ്റ് ക്യാൻഡിലല്ല ഇടേണ്ടത്, അമ്മ പറയുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാനാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം ഉടമ്പടി എടുത്താൽ മതി എന്നതാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഈ തിരുവനന്തപുരത്തേക്ക് എൻ്റെ നാട്ടിലത്തേക്കൊരു ട്രാൻസ്ഫറിനും കൂടെ ഞാൻ വച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രാർത്ഥിക്കുമായിരുന്നു. വൈഫും മക്കളും പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റ് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നോർമലി എനിക്ക് തരേണ്ടതാണ്, കാരണം വെച്ചാൽ ഇത്രയും കാലം ഞാൻ അന്യ ജില്ലകളിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ്, ഞാൻ ഇത്രയും കാലം വെളിയിലാണ് വർക്ക് ചെയ്തത്, അപ്പോൾ എനിക്ക് കിട്ടേണ്ടതാണ്, അമ്മ എനിക്ക് അനുയോജ്യമായ രീതിയിൽ ചെയ്തു തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാശിരൂപം വെച്ച് വൈഫിൻ്റെ ആയാലും കാശിരൂപം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അല്ലാത്തപ്പോൾ കാസർഗോഡ് നിന്നും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം തന്നെ കരട് രൂപം വന്നായിരുന്നു. കരട് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് അമ്മ തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് തന്ന് അപ്പോൾ ഞാൻ ആ സമയമായപ്പോഴേക്കും എനിക്കിവിടെ അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ 2024 ഡിസംബർ 14 ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈനല്ല, ഇവിടെ വന്ന് ഞാൻ നേരിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫറിന് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് അമ്മ എനിക്ക് തന്നു, നന്ദിയുണ്ടമ്മ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കിനി വീട്ടിൽ നിന്ന് എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു വാഹനം വേണം. അപ്പോൾ ഞാൻ ഇത്രയും കാലം വാഹനം എടുക്കുമ്പോൾ ഒക്കെ എല്ലാം അബദ്ധത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ എനിക്കൊരു വാഹനം മേടിച്ച് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ ഒരു വാഹനം വാങ്ങിത്തന്നു. വാഹനം വാങ്ങിയെന്ന് വെച്ചാൽ അത് ഭയങ്കര അതിശയമായിപ്പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉടനെയൊക്കെ വാങ്ങാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വാഹനം എനിക്ക് വാങ്ങാൻ സാധിച്ചു. അങ്ങനെ ഒരു വാഹനം വാങ്ങാൻ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് 2 വാഹനം തന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ജോലിക്ക് പോയി ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ തന്നില്ല. അതുമാത്രമല്ല, ഞാൻ ചോദിക്കാത്ത ഒരു ജില്ലയിലാണ് തന്നത്. അത് വേറെ എവിടെ തന്നെയല്ല, ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ. അത് എനിക്ക് അമ്മയുടെ കൺവെട്ടത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് അമ്മ എനിക്ക് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് പോസ്റ്റിംഗ് തന്നത്. ഞാനൊരു വിഷമവും അമ്മയോട് പറഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ ഈ കാശിരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വൈഫ് അമ്മയോട് പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ, അമ്മേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കും ഹസ്ബൻഡിനും മക്കൾക്കുമായിട്ട് ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം തരണമെന്ന്. അപ്പോൾ ഞാൻ ഈ ചെങ്ങന്നൂർ ജോലി കിട്ടിയെങ്കിലും അതിരാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റ് 5 മണിക്കുള്ളിൽ ട്രെയിനിൽ കയറി ഇവിടെ 9:30 ചെങ്ങന്നൂർ വരും. തിരിച്ചു വിടുന്ന 5:10 കഴിഞ്ഞ് ഇറങ്ങി പിന്നെ വന്ന് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 11 മണിയാവും. അപ്പോൾ എനിക്കൊരു ദിവസം 4 മണിക്കൂറിനകത്ത് ഉറങ്ങാനൊക്കെ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു വലിയ കാര്യം. അങ്ങനെ ഞാൻ കരുതി ഇനി അടുത്ത ട്രാൻസ്ഫറിൽ നോക്കാം. അപ്പോൾ ഇനിയൊന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു.
കാശുരൂപം കയ്യിൽ എപ്പോഴും പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ വളരെ അമ്മ ഇതിൽ വലിയ നല്ല രീതിയിൽ ഇടപെട്ടു എന്ന് തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അത് വേക്കൻസിയും വരത്തില്ല. തിരുവനന്തപുരത്ത് ഭയങ്കര ടൈറ്റാണ്. രാഷ്ട്രീയപരമായിട്ടും എല്ലാം നല്ല ഹോൾഡുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 5 മാസം കൊണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ എനിക്ക് അമ്മ, ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ ഇതിനെക്കുറിച്ച് മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മ തിരുവനന്തപുരത്തേക്ക് ആദ്യം തന്ന സ്ഥലത്ത് തന്നെ എനിക്ക് പോസ്റ്റിംഗ് തന്നു. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ എന്നാണ്. അപ്പോൾ അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് തന്നു. അതിന് അമ്മയോടും ഞാൻ ഈശോയോടും നന്ദി പറയുന്നു. ഞാൻ ഇനി മറ്റന്നാണ് അത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു 2 വർഷമായി കണ്ണിന് ഭയങ്കരമായ ഒരു അസ്വസ്ഥതയും നീറ്റലും ഉണ്ടായിരുന്നു. നീറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു 5 മിനിറ്റ് ബുക്ക് നോക്കാനോ അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് നോക്കാനോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേറെ ഏതൊരു ഒബ്ജക്റ്റിൽ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണിന് ഭയങ്കര അസ്വസ്ഥതയും നീറ്റലും ഒരു കഴപ്പും പോലെയൊക്കെ ആയിരുന്നു. കണ്ണിന് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈ കാസർഗോഡ് നടന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞങ്ങളുടെ ഇവിടെ വെച്ചൊരു പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും ഞങ്ങൾക്ക് വേണ്ടി നിയോഗം വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സ്ഥിരം പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ ചേച്ചി. അപ്പോൾ ഞാൻ ഇത് വന്ന് ആദ്യം നമ്മൾ അമ്മയോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഡോക്ടറെ ആദ്യം കണ്ടു. തിരുവനന്തപുരത്ത് തന്നെ നല്ല ഫേമസ് ആയ ഒരു ഡോക്ടറെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് എടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ ഡ്രൈനസ് ആവുന്നതാണ് കണ്ണിന്, അതിന് ആജീവനാന്തം ഈ കണ്ണിൽ ഒരു മരുന്ന് തന്നു, തുള്ളി മരുന്ന്, ഇത് നിങ്ങൾ ലൈഫ് ലോങ് യൂസ് ചെയ്യണം, അതേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് കുറേ കാലം ഈ മരുന്ന് യൂസ് ചെയ്തു. എന്നിട്ട് എനിക്കൊരു രക്ഷയില്ല. വളരെ വളരെ പാടായിരുന്നു. വളരെ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. ഞാൻ അന്ന് രണ്ടാമത് വേറൊരു ഡോക്ടറെ കണ്ടു. അതും നല്ലൊരു ഫേമസ് ഡോക്ടറിനെയാണ് തിരുവനന്തപുരത്ത്. കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ സൈഡിലുള്ള ഞരമ്പ് ചുരുങ്ങുന്നതാണ്. അപ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല, നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. ഇതിന് കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, തീരെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിയാവും. അപ്പോൾ ഇനി അഥവാ ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾ വരുമ്പോൾ ബ്ലഡ് പരിശോധിക്കുക, തൈറോയ്ഡ് ഉണ്ടാകുന്ന നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും എനിക്ക് വലിയൊരു തൃപ്തി കിട്ടിയില്ല. ഞാൻ അടുത്ത മൂന്നാമത് വേറൊരു നല്ലൊരു ഹോസ്പിറ്റലിലായിട്ട് വീണ്ടും പോയി ആ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ നല്ല രീതിയിൽ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു കുരു ഇരിക്കുന്നുണ്ട്, അതൊരു പിന്നെ ചിലപ്പോൾ നീരിൻ്റെ വില ആയിരിക്കും. അപ്പോൾ അവർ കുറേ ഓയിൽമെൻറ്റും തുള്ളിമരുന്നും ഒക്കെ തന്നിട്ട് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ 3 നേരവും പുരട്ടാനും തുള്ളിമരുന്ന് ഒഴിക്കാനും പറഞ്ഞു. എന്നിട്ട് കണ്ണിന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കാനും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കൊണ്ടൊന്ന് ട്രൈ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടാ ഇതിനെക്കാട്ടി നല്ല ഒരു ഔഷധം നമ്മുടെ കയ്യിലിരിക്കുകയാണ്, ചേട്ടൻ അത് ഉപയോഗിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പരിശുദ്ധ തൈലം ഞാൻ എൻ്റെ കണ്ണിൽ 2 കണ്ണിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. വിത്തിൻ 1 മന്തിനകത്തേന് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും പോയി. ഇപ്പോൾ എനിക്ക് സുഖമാണ് കണ്ണിന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലി ചെയ്യണതിനും എല്ലാത്തിനും ഭയങ്കര സാധിച്ചു. നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കാൻ പറ്റും. ഈ കണ്ണിൻ്റെ അസ്വസ്ഥ കൊണ്ട് ഞാൻ ഒന്നിലും ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു. മടിക്കില്ല, ഒന്നിലും എനിക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അമ്മ അങ്ങനെ ആ ഒരു രോഗസൗഖ്യം തന്നു. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ തന്ന അമ്മയ്ക്കും ദേവകുമാരനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതെൻ്റെ വൈഫാണ്. ഇനി വൈഫിന് 2 വാക്ക് പറയാനുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മെയിനായിട്ട് പത്രം വാങ്ങിക്കുന്നു. വൈഫും ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും വൈഫിനെ സഹായിക്കുമായിരുന്നു, പത്രം കൊടുക്കുകയായിരുന്നു. ഈ പത്രം ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പത്രം കിട്ടി അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അടുത്ത ഉടമ്പടിക്ക് വരുമ്പോൾ തമിഴ് പത്രം വാങ്ങി ഞാൻ കന്യാകുമാരി ജില്ലയിലെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞ് കന്നഡ പത്രം വാങ്ങി ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി കുമ്പള അവിടെയെല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലും അതുപോലെ തന്നെ കവലകളിലെല്ലാം കൊടുക്കും, എല്ലായിടത്തും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരോടും ഈ കൃപാസനത്തിൻ്റെ എല്ലാം പറയും. ഞങ്ങൾ വഴി അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവർക്കൊക്കെ അനുഗ്രഹവും ലഭിച്ചു, അവർ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും ദേവകുമാരനും നന്ദി അറിയുന്നു. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലുണ്ട് അവിടെ തിരുവനന്തപുരത്ത്. ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡ് എന്ന് പറഞ്ഞ വാർഡിൽ കുറേ വയ്യാത്ത ആൾക്കാരും ആരും അനാഥരുമാണ്. അപ്പോൾ അവിടെ ഒരു സൂപ്രണ്ട് മേഡം ഉണ്ട്, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൂപ്രണ്ടത് ചോദിക്കും എന്താണ് അവിടെ ആവശ്യമുള്ളത്. കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാവരും കൊണ്ടുകൊടുത്തും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർക്ക് വേണ്ട വസ്ത്രം, ആഹാരം, ചിലപ്പോൾ ചായപ്പൊടി ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെല്ലാം ഞാനും വൈഫും കൂടെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മെയിൻ കാരണം എടുത്തെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്, ഞാൻ അവരെ ഒരുപാട് സഹായിക്കാനുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പ്രേക്ഷിത വേലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെല്ലാം അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുവാനും എന്നുകൂടി 1000 നന്ദി പറയുന്നു.
തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് ശ്രമിക്കുകയായിരുന്നു, പക്ഷെ നടന്നിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്ററിൻ്റെ PAയിൽ ഒരാൾ എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. അവനോട് പോയി കണ്ടിട്ട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ, ചേട്ടൻ 12 വർഷമായിട്ട് മലപ്പുറത്താണ്, അവൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ സെക്രട്ടേറിയറ്റിലൊക്കെ കുറേ ദിവസം കയറി ഇറങ്ങി. നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ BSFൽ പുള്ളിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ഇനാഗുറൽ ഫംഗ്ഷന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ വന്നപ്പോൾ പുള്ളി നേരിട്ട് ലെറ്റർ കൊടുത്തതാണ്, എന്നിട്ടും നടന്നില്ല. അങ്ങനെ ഇരിക്കെ കാസർഗോഡേക്ക് പോയി. പുള്ളി ആകെ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ക്ലാസ് എടുക്കാൻ പറ്റണില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേട്ടാ ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവിനോട് വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ഹരിയേട്ടൻ ലൈറ്റ് ക്യാൻഡിൽ ഇടാനായിട്ട് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഉടമ്പടി തിരികൾ 2 കത്തിച്ച് വെച്ച് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്, കാശുരൂപം കയ്യിലിരുന്ന് ഇങ്ങനെ പിടയ്ക്കുന്നു, അമ്മ പറഞ്ഞു എന്നൊക്കെ. പക്ഷെ ഞാനത് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്തത് അന്നാണ്. എൻ്റെ കയ്യിൽ ഞാൻ കൈ തുറന്നാൽ കാശുരൂപം വെളിയിൽ തെറിച്ചു പോകും, ആ രീതിയിൽ എൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ കാശുരൂപം പിടയ്ക്കുന്നുണ്ടായിരുന്നു. മാതാവ് എന്നോട് പറഞ്ഞു, ലൈറ്റ് ക്യാൻഡിലല്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിയേട്ട അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ, അതുകൊണ്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ആവ്. അങ്ങനെ ഓൺലൈൻ ലൈറ്റ് ക്യാൻഡിൽ നിന്ന് എക്സിറ്റായി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആഫ്റ്റർ 1 മന്ത് ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഹരിയേട്ടൻ്റെ കണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായതും. കാരണം മരുന്ന് ഉപയോഗിച്ചിട്ടൊന്നും ശരിയാകാറുണ്ട്. ഞാൻ പറഞ്ഞു, മരുന്നൊന്നും വേണ്ട, 2ാമത് റിവ്യൂവിനൊന്നും ഞങ്ങൾ പോയില്ല, മരുന്നെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മയുടെ ഉടമ്പടി തൈലാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 1 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റൂല, എപ്പോഴും കണ്ണ് നീറ്റലാണ്, കണ്ണടച്ചാലും തുറന്നിരുന്നാലും ഒക്കെ നീറ്റലായിരുന്നു. അമ്മയാണ് ഇടപെട്ട് അതെല്ലാം ശരിയാക്കിയത്. അതുപോലെ ട്രാൻസ്ഫറിൻ്റെ കേസ് ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഹരിയേട്ടൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചറാണെന്ന് പറഞ്ഞാൽ, സാറേ സാറിന് ട്രാൻസ്ഫറായി തിരുവനന്തപുരത്തേക്ക്, എങ്ങനെയത് സാധിച്ചതെന്ന്. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അത് വേറെ ആരുമല്ല ടീച്ചറെ, എൻ്റെ കൃപാസന അമ്മയാണത് ശരിയാക്കി തന്നതെന്ന്. അപ്പോൾ ആ ടീച്ചർ ഇവിടെ വന്നിട്ട് ഇനി ഉടമ്പടി എടുക്കാനൊക്കെ ഇരിക്കുകയാണ്. ഹരിയേട്ടൻ പത്രം കൊണ്ടുപോയി ആദ്യം കൊളീഗ്സിനാണ് കൊടുക്കുന്നത്. അതിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാവർക്കും കൊടുക്കും. പിന്നെ ക്ലാസ്സിലെ കുട്ടികളോട്, വയ്യാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും കാശുരൂപം കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവരോട് പാരൻസിനോടും ഒക്കെ പറയും, ആ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരാനിരിക്കുകയാണ് കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹരിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകണം വീട്ടിൽ. ഞാനും എൻ്റെ മക്കളും അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു. ഇത്രയും വർഷമായിട്ട് മാറിയിട്ടാണ് നിൽക്കണത്. ഭക്ഷണം ഒന്നും ശരിയാകില്ല, ഒക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് കുടുംബ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ഇത്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, കുടുംബ പ്രാർത്ഥനയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കുടുംബനാഥം വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം. അമ്മയ്ക്ക് അത് ആഗ്രഹമുണ്ടോ, ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്നിച്ച് ചൊല്ലണമെന്ന്? എന്നാൽ അമ്മ ഇത് ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ചെങ്ങന്നൂരോട്ട് കിട്ടിയത്. ചെങ്ങന്നൂർ കിട്ടിയപ്പോൾ നമ്മൾ അമ്മയോട് ഒരു പരാതിയും പറഞ്ഞില്ല. നമ്മൾ ഉചിതമായതായിരിക്കും അമ്മ ചെയ്തതെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് കഴിക്കും, 3:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, എല്ലാം ചെയ്ത് 5:30 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 6 മണിക്കുള്ള ട്രെയിനിൽ ഹരിയേട്ടൻ പോകും. തിരിച്ച് വൈകുന്നേരം എത്തുമ്പോൾ രാത്രി 11 മണിയാകും, 10-11 മണിയാകും. പിന്നെ വന്നിട്ടാണ് കുളിച്ച് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കിടക്കുമ്പോൾ ഒരു സമയമാകും. വീണ്ടും രാവിലെ 4 മണിക്ക് പുള്ളിക്ക് കഴിക്കണം. അപ്പോൾ ഉറക്കം കുറവാണ്, എന്നാലും ക്ലാസ് എടുക്കും, പിള്ളേർക്ക് ക്ലാസ് പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ രാത്രി വന്നിട്ടാണ് ചെയ്യണത്. ക്ലാസ്സിൽ ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കണം. അതിനിടയിൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു 3-4 ദിവസത്തേക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സും കൂടി പഠിപ്പിക്കണമായിരുന്നു. ആകെ ഭയങ്കര ടൈറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ വേറെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയും ചെയ്തു. ഹരിയേട്ടന് ട്രാൻസ്ഫറും കിട്ടി. എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമേ മാതാവിനോട് പറഞ്ഞിരുന്നു, ട്രാൻസ്ഫർ കിട്ടിയാൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ മക്കളും, എനിക്ക് 2 ആൺമക്കളാണ്, അവർ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 3 വർഷമായിട്ട് ഉടമ്പടിയിലാണ്. ഞാൻ 3 സാക്ഷ്യം നേരത്തെ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ജോയേൽ 2:23 ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ,
അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. ഹരീന്ദ്രകുമാർ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും നന്ദി നിറഞ്ഞ മനസ്സോടെ ഉടമ്പടി മാതാവിൽ ആശ്രയിച്ച് സമർപ്പിക്കുന്ന ഏതൊരു നിയോഗത്തിനും അമ്മ മാതാവ് യഥാകാലം ഉത്തരം നൽകി ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ശുഭകരമായി ജീവിതം നയിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യുമെന്ന് വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ആദ്യം സഹോദരിയാണ് ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയത്. പക്ഷെ രണ്ടുപേരും കൂടിയാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സന്തോഷത്തോടെ ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്. ഒരു കുടുംബം എങ്ങനെ പരിശുദ്ധമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുന്നു എന്നതിന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് കുടുംബത്തിലെ 4 പേരും ഉടമ്പടി എടുത്തവരാണ്. 4 പേരും പരിശുദ്ധമയോടൊപ്പം ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും പരാതികളില്ലാതെ ദൈവം നന്മയ്ക്ക് വേണ്ടി എല്ലാം പരിണമിപ്പിക്കുമെന്ന പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ കൃപ കിട്ടിയവരാണ്. അതാണ് രണ്ടുപേരും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. 12 വർഷമായി മലപ്പുറത്ത് ജോലി, അത് നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും കാസർഗോഡേക്ക് സ്ഥലം മാറ്റം, വീണ്ടും സാധിക്കാവുന്നതുപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ശുപാർശ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരുവാൻ വേണ്ടി നോക്കിയിട്ടും യാതൊരു തരത്തിലും ഒരു ഓപ്പണിംഗ് ആവാതെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് കൂടിയും ആ മെയിൻ ലിസ്റ്റ് ട്രാൻസ്ഫർ ലിസ്റ്റിൽ പേരുൾപ്പെടാതെ വീണ്ടും ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫറായിത്തീരുന്നു. ശരിക്കും പ്രാർത്ഥിച്ച നിയോഗങ്ങൾ അതുപോലെ അനുഗ്രഹിക്കപ്പെടുകയല്ല ചെയ്തത്. അല്പം ഭാരം കുറച്ച് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലേശങ്ങൾക്ക് കുറവ് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ അതിനെ പ്രത്യുത്തരിക്കുമെന്നത്. നമ്മൾ വീണ്ടും പരാതിയുള്ളവരാണോ, അതോ ദൈവത്തിന് ശരണപ്പെട്ട് നല്ല ദൈവം വിശ്വസ്തനായവൻ വാഗ്ദാനങ്ങൾ നൽകുവാൻ എന്നും തയ്യാറുള്ളവൻ അത് നമുക്ക് നൽകുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണോ? ഹരീന്ദ്രകുമാർ ഒരു വാചകം അവിടെ സൂചിപ്പിച്ചു, അമ്മ മാതാവിനെ കൂടുതൽ അറിയുവാൻ അമ്മയുടെ മണ്ണിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ അങ്ങനെയാണ് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ജോലി തുടങ്ങിയത്. അതിൻ്റെ ക്ലേശം മുഴുവനും ജീവിത പങ്കാളി സൂചിപ്പിച്ചു. ഇവിടുന്ന് ഏതാണ്ട് രാത്രി 10-11 മണിക്ക് വിട്ടു ചെല്ലുന്നു. വെളുപ്പിനെ 5 മണി 5:30 തിരികെ ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി പോരേണ്ടി വരുന്നു. പരിമിതമായ സമയം മാത്രം ആ വീടിനകത്ത് ഉള്ളൊരു സാഹചര്യം. എങ്കിലും ആ കുടുംബം ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, കുടുംബം ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു, കുടുംബം ഒരുമിച്ച് യാതൊരു പരാതിയുമില്ലാതെ അമ്മയുടെ സംരക്ഷണയിൽ പൂർണ്ണമായി പ്രത്യാശിച്ചുകൊണ്ട് യഥാകാലം അമ്മ ഞങ്ങളുടെ ജീവിതത്തെ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളും മാറ്റി സുരക്ഷിതമാക്കുവാൻ സഹായിക്കുമെന്ന നല്ല വിശ്വാസത്തോടെ ജീവിതം നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുന്നത്. സഹോദരി പറഞ്ഞുവത്, അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഇത് തീരുമാനമാക്കി തരണം. ഇപ്പോഴുള്ളതെല്ലാം ഭാരപ്പെട്ട ജോലികളാണ്, ഏറെ ഭാരങ്ങളുണ്ട്, എങ്കിലും പരാതികളില്ല. പ്രിയമുള്ളവരെ, കുരിശെടുത്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ആ കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് ചുംബിക്കുവാനുള്ള കൃപ നമുക്കുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ കഷ്ടതകളെയും വേദനകളിലും ആരോടും പരാതിയില്ലാതെ ദൈവം അറിഞ്ഞുതിരിക്ക് ലഭിച്ചുവെങ്കിൽ ദൈവത്തിന് എടുത്തു മാറ്റുവാൻ നിസ്സാര നിമിഷം മതിയെന്ന് നമ്മോട് തന്നെ പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ദൈവത്തിന് ശരണപ്പെട്ട് ജീവിതത്തെ കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അമ്മ മാതാവ് ഈശോയിലൂടെ ജീവിത വിഷയങ്ങൾ വേഗത്തിൽ സുഗമമായി ചുരുക്കത്തിൽ പരിഹരിക്കുന്നത് കാണാം. കാരണം ഇതിപ്പോൾ ട്രാൻസ്ഫറിൻ്റെ സമയമല്ല. സാധാരണ മെയ് ജൂൺ മാസങ്ങളിലാണ് ട്രാൻസ്ഫറുകൾ നടക്കാറുള്ളത്. അക്കാഡമിക് ഇയർ തീരുന്ന നാളുകളിലാണ് സഹോദരന് അധ്യാപകനെന്ന രീതിയിൽ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അമ്മയുടെ സമയത്തിന് നമ്മുടെ സമയവുമായി ബന്ധമില്ല. നാം ഇപ്പോൾ ഇനി ഒന്നും നടക്കില്ല, അടുത്തൊരു ട്രാൻസ്ഫർ ലിസ്റ്റ് വരെ കാത്തിരിക്കാമെന്ന് സ്വയം പറയുമ്പോഴും അമ്മ മകനിലൂടെ വഴിയൊരുക്കി തന്ന് നമുക്കുള്ള ജീവിതത്തിൻ്റെ വഴികളെ സുനിശ്ചിതമാക്കും, സുഗമമാക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം പൂർണ്ണമായി ജീവിക്കുവാനുള്ളൊരു സന്മനസ് നാം പ്രദർശിപ്പിക്കുന്നതാണ്.
അതുകൊണ്ടാണ് യോഹന്നാൻ 2:5 എന്നും നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. ഈശോ പറയുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറായാൽ, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ദുരന്തങ്ങളെ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത ഭാരങ്ങൾ, നമ്മുടെ ജീവിത വിഷയങ്ങൾ അതേറ്റെടുത്ത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ അമ്മയുടേതായി അമ്മ നിർവഹിച്ചു തരും. അതുകൊണ്ട് പ്രത്യാശയുടെ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന കഥനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നഷ്ടത്തിൻ്റെയും ഏതൊരവസ്ഥയെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മകനോട് എന്നെക്കൂടി ഓർത്തു നീ പ്രാർത്ഥിക്കണമേ എന്ന് ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മകൻ്റെ അനുഗ്രഹം നിശ്ചയം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് കാണാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിത അനുഗ്രഹങ്ങൾക്ക്, കഷ്ടകാലത്തിലും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാൻ ലഭിച്ച കൃപയ്ക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.